അനിയന്ത്രിതമായ ജനപ്പെരുപ്പത്തിന്റെയും വ്യാവസായിക വളർച്ചയുടെയും ഫലമായി വനമേഖലകൾ വൻതോതിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ മരങ്ങളില്ലാതാകുമ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ആഗോളതലത്തിൽ ശുദ്ധജല ദൗർലഭ്യവും ജലമലിനീകരണവും രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ വായുവും ജലവും ശുദ്ധമായി നിലനിർത്താൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക മാത്രമാണ് ഏക പരിഹാരമെന്ന് വയനാട്ടിലെ എഴുത്തുകാരനും കർഷകനുമായ ഏച്ചോം ഗോപി ചൂണ്ടിക്കാണിക്കുന്നു. മരങ്ങൾ വെട്ടിമാറ്റുന്ന പുതിയ കാലത്തെ പ്രവണതകൾക്കെതിരെ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ഈ കർഷകൻ തയ്യാറായത്. വയനാട് ഒരു കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. വിദേശികളടക്കം വയനാട്ടിൽ വന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട മലകളിലൊക്കെ തന്നെ വിവിധതരം മരങ്ങൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മരങ്ങളൊക്കെ ഒരു കാലത്ത് ഇവിടുത്തെ മലകൾ തൊട്ടടുത്തുള്ള കുറുമ്പാല മലയിലടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീടൊക്കെ തന്നെ മരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും പ്രകൃതി കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളൊക്കെ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് സുഗന്ധവിളിയായാലും ഔഷധ മൂല്യങ്ങളുള്ള മരങ്ങളൊക്കെ തന്നെ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ വയനാട്ടിൽ ഇന്നത്തെ സ്ഥിതിയിൽ ഈ കണക്കിന് പോവുകയാണ്. വയനാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം ഭയങ്കരമായിരിക്കും. കാരണം ഇടവപ്പാതിയായാലും എല്ലാം ഞാറ്റുവേലയൊക്കെ തന്നെ പ്രകൃതിയെ തന്ന ഒരു ജില്ലയാണ് വയനാട്. ആ വയനാട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിദേശികളടക്കം വയനാട്ടിലേക്ക് ഒരു കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിലേക്കാൾ എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് വയനാട്. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മുളങ്കൂട്ടങ്ങളും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള 8 ഇനം പ്ലാവുകളും ഉൾപ്പെടെ നിരവധി വൻമരങ്ങളാണ് ഇദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും സ്വാഭാവികമായി വളർന്നു വന്നവയാണ്. നിലവിലെ പരിസ്ഥിതി ദിനാചരണങ്ങൾ പലതും വെറും ചടങ്ങുകളായി മാറുന്ന ഈ കാലത്ത് വരും തലമുറയ്ക്കായി കൂടുതൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിലും മാതൃകയാവുകയാണ് ഏച്ചോം ഗോപി. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്.